അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ശ്രീലങ്കയിലെ മഹിമംഗനായ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ നിന്ന് മാറിയിട്ട് ദംബാന എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്. നമ്മൾ കുറേ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയെന്ന് മുതൽ പറയുന്നുണ്ട്. ഇവിടെ ഒരു ട്രൈബ്സ് ഉണ്ട്, ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, ഒരു പണ്ടത്തെ ഒരു കൾച്ചറുണ്ട്, അത് കാണാൻ നമുക്ക് പോകണമെന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ വില്ലേജിലാണുള്ളത്. ദംബാന എന്നാണ് വില്ലേജിൻ്റെ പേര്. അപ്പോൾ ഇത് സെൻട്രൽ പ്രൊവിൻസാണ്, സെൻട്രൽ പ്രൊവിൻസിലാ. അപ്പോൾ സെൻട്രൽ പ്രൊവിൻസിൽ ഇതിൻ്റെ അടുത്തുള്ള ടൗൺ ഏതായിരുന്നു? മഹിമംഗനായൻ്റെ മുന്നേ ഡാംബുള്ള ഡിസ്ട്രിക്റ്റ്. ഡാംബുള്ള ഡിസ്ട്രിക്റ്റിലെ മണിമംഗനായ ടൗണിലെ ഡംബാന എന്ന് പറഞ്ഞ വില്ലേജിലാണുള്ളത്. റോഡ് വഴി വെൽ കണക്റ്റഡ് ആണ്, ആർക്കും വേണമെങ്കിലും വരാം, ഒരു ബുദ്ധിമുട്ടില്ല. ട്രെയിൻ കണക്ഷൻ ട്രെയിൻ ഇല്ല, ബൈ റോഡ് ഓൺലി ട്രാൻസ്പോർട്ടേഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ ആദിവാസികൾ എന്ന് പറയുന്നത്, അതായത് ആദ്യം മുതലേ ജീവിച്ചു വന്ന ഒരു കൂട്ടം ജനങ്ങൾ, അതിൽ വളരെ കുറച്ച് പേരെ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അവരെ വില്ലേജിലാണ് വന്നത്. നിങ്ങൾക്ക് കാണാം അവിടുത്തെ ആൾക്കാരൊക്കെ. ഈ വില്ലേജിൻ്റെ ഈ ട്രൈബ്സിൻ്റെ പേര് വേദ ട്രൈബ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇവിടെ എത്തുന്നതിന് തന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെ ലോക്കൽ മെയ്ഡ് സംഭവങ്ങൾ. വില്ലേജിനെ കുറിച്ച് കൂടുതൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതെന്താണ് ഇതുവരെ ഹണ്ടിങ് ആണ് ഇവരെ മെയിൻ. അതിന് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയായിട്ട് ടൂറിസ്റ്റേഴ്സിന് വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതാണല്ലേ സംഭവം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ കോലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ എന്തോ റിങ് എന്തൊക്കെ ആണിത്. ഇത് കൊള്ളാട്ടോ കസിനെ. ഇത് എന്തിനു കൊണ്ട് ഉണ്ടാക്കിയതാ? എന്തോ ഇവരെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് ഇവരെ ഭാഷ നമുക്ക് തീരെ കിട്ടൂല കേട്ടോ. ഒരു സംഗതി വെറുതെ കിട്ടൂല. ഇവിടുത്തെ ആൾക്കാരെ കോസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഈ ട്രൈബ്സിൻ്റെ സെയിം ലുക്ക് കാര്യങ്ങളൊക്കെയാണ്. ജീവിത രീതി കുറച്ച് മാറ്റമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർ ഉണ്ടായിരുന്നത് 35,000 to 40,000 വർഷങ്ങൾക്ക് മുമ്പേ ശ്രീലങ്കയിലെ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് സെറ്റിലായി, ഇവിടെ താമസം തുടങ്ങി. ഇവിടെ ശ്രീലങ്കയിലെ ഒരു ഇൻഹിബിറ്റൻസ് ആയിട്ടുള്ളവരാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. അതായത് 35,000 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അത് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താ പറയുക റിസർച്ചുകൾക്ക് ശേഷം ഇവർ പറയുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജീവിതത്തിൽ ഇവരിപ്പോഴും ഹണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും മെയിൻ. അതായത് ഇവർ മൃഗങ്ങളെയൊക്കെ അമ്പ് ചെയ്തിട്ട് ബോ ആൻഡ് ആരോസാണ് ഇവർ ഹണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേട്ടയാടി ജീവിക്കുന്ന ഒരു കൾച്ചറാണ് ഇവർക്ക് കൂടുതലുള്ളത്. ഇവിടെയൊക്കെ ഇവരെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കാണിച്ചു തരാം. ഇത് ശ്രീലങ്കൻ ഗവൺമെൻറ് ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വില്ലേജാണ്. ഇവർ ശരിക്കും ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ ഇപ്പോൾ ജീവിക്കുന്നത് 200 മുതൽ 400 പേര് മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ട്രൈബ്സ് എക്സ്റ്റെൻഡായി പോകാനായതുകൊണ്ട് ഇവർ ഇതിനെ കൺസർവ് ചെയ്ത് വെച്ചതാണ്. ഗൈസ് ഇവർ മെയിനായിട്ട് ഹണ്ടിങ്ങാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹണ്ടിങ്ങിൽ ഇവർ ഏറ്റവും കൂടുതൽ മീറ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഈ വെടിയിറച്ചി ഭയങ്കരമായിട്ട് കഴിക്കുന്ന, അതാണ് ഇവരെ അത്രയും ഫേമസ് ആക്കിയത്. ഇവരെ ഈ വേദ ട്രൈബ്സ് പറയട്ടോ. വേദ ട്രൈബ്സിനെ ഫേമസ് ആക്കിയത് ഇവരെ മീറ്റ് ഈറ്റിംഗ് ഈ കൾച്ചറാണ്. ഭയങ്കരമായിട്ട് മീറ്റ് കൺസ്യൂം ചെയ്യും. അതായത് ഇവർ മെയിനായിട്ട് ഭക്ഷണം കഴിക്കുക ഒന്ന് മാന്, പിന്നെ കുരങ്ങ്, വൈൽഡ് ബോർ അതായത് കാട്ടുപോത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്പും വില്ലും വെച്ചിട്ട് ആക്രമിച്ച്, അതായത് ഹണ്ട് ചെയ്തിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാലങ്ങളോളം അത് നല്ലോണം ഭക്ഷിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു ശ്രീലങ്കയിൽ തന്നെ വേറെ തന്നെ ഒരു കൾച്ചർ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ അവരെ ഒരു വീടിൻ്റെ സൈഡിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവരെ ജീവിത സ്റ്റൈല് ബാക്കിയുള്ള ശ്രീലങ്കൻ്റെ അടുത്തുനിന്ന് ഒരുപാട് മാറ്റമുണ്ട്. ഇവർക്കൊരു ചായ്വുള്ള, അതായത് ഇവരെ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടത് നമ്മളെ ഇന്ത്യയിലെ തമിഴൻസ് ആയിട്ടാണ് ഇവർക്ക് കൂടുതൽ ഒരു ചായ്വുള്ളത്. അപ്പോൾ അതൊക്കെ പഠനത്തിൽ തെളിയിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇവർ ഇതങ്ങനെ ഈ സൈഡിൽ ഒരുപാട് സംഗതികൾ ഇങ്ങനെ വെക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇപ്പം മെയിൻ വരുമാനം ഇവരെ ടൂറിസത്തിൽ കൂടെ നേടുന്ന ഈ ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കുന്നതും, പിന്നെ ഇവർ സ്വന്തമായിട്ട് ഈ തേന് കൃഷി ചെയ്യുന്നവരും കാട്ടുന്ന തേനെടുക്കുന്നവരുമാണ്. അപ്പോൾ ആ കാര്യങ്ങളോട് പോലെ വിറ്റിട്ട് ആണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത് കണ്ടില്ല കുറേ കരകൗശല വസ്തുക്കൾ. അപ്പോൾ അവരെന്തോ പറയുന്നുണ്ട്.
ഇവരെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിക്ക് വാങ്ങിട്ട് വിട്ടു വൻ കോമഡി. നിങ്ങൾ ഗേൾ ഫ്രണ്ടിന് വാങ്ങി കൊടുക്കാൻ. ഗേൾ ഫ്രണ്ടിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടലുണ്ടാവില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് അവരെ വീടിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ ഇവരെ വസ്ത്രധാരണങ്ങൾ കണ്ടില്ലേ, ഇപ്പം കുറച്ച് മോഡേൺ ആയതാണ്. ഇതിൻ്റെ മുന്നേ അവർ ഒരു അരൻ്റെ താഴോട്ടുള്ള ഒരു ചെറിയൊരു സംഭവം. പിന്നെ എന്തൊക്കെയായിരുന്നു? ഒരു കോടാലി ഇവിടെ ഉണ്ടാവും, പിന്നെ അമ്പും വില്ലും ഒരു കത്തിയും. അമ്പും വില്ലും ഇവരെ ട്രഡീഷണൽ സംഭവമാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പ് ഇവിടെ വെച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ ചെറിയ ടിക്കറ്റ് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഗൈസ്, പറ്റിക്കലാണ് ഇവിടെ. ഇത് 2 കുട്ടികൾക്കുള്ള ടിക്കറ്റ്. അതാണ് സ്കൂൾ സ്റ്റുഡൻസ്. ഇവനൊക്കെ സ്കൂൾ സ്റ്റുഡൻ്റ് ആണ് പോലും. ഞങ്ങൾ ഇവിടുത്തെ ടൂറിസ്റ്റ് 50 രൂപ, ശ്രീലങ്കൻ ടൂറിസ്റ്റ്. ഇല്ലെങ്കിൽ 500 രൂപയാണ് ടിക്കറ്റ്. അപ്പം ഇതാണ് ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവരെ പണ്ടത്തെ സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. മാനെയൊക്കെ വേട്ടയാടി പിടിച്ചിട്ടുള്ള ഈ ഒരു സംഭവം വരച്ച് വെച്ച് ചെയ്തു വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പണ്ടത്തെ ഒരു ലിവിങ് സ്റ്റൈല്, ഒരു 1 ഡേ ലിവിങ് സ്റ്റൈലാണ് ഈ ഒരു ചെറിയൊരു ഇതിൽ അവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇത് അവരൊരു മാനിനെ വേട്ടയാടി അതിനെ കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നുണ്ട്. അതൊരു ഫാമിലി. അങ്ങനല്ല, പെണ്ണുങ്ങള് വീട്ടില് ഭക്ഷണം പാകം ചെയ്യുന്നു, ആണുങ്ങള് വേട്ടയ്ക്ക് പോകുന്നു. അവിടെ ഒരു തലയോട്ടി വെച്ചിട്ടുണ്ടോ? തലയോട്ടിയാണ്, ആന തന്നെയാണെന്ന് തോന്നുന്നില്ലേ? ആന കുരങ്ങന്ത. ഇവരേറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന സാധനം ഈ മാനും കുരങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവർക്ക് നമ്മളെ പോലെ വീട്, ഷെൽട്ടർ കാര്യങ്ങളൊന്നുമില്ല. ഗുഹകളിലും മരത്തിൻ്റെ മുകളിലും മരത്തിൻ്റെ പൊത്തുകളിലൊക്കെയാണ് ഇവർ അന്ധകാലത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രതീകമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ യൂസ് ചെയ്ത സാധനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങൾക്ക് പണ്ടത്തെ ഇത് ഫുഡ് റിമൈനിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഒരു മ്യൂസിയത്തിൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇവർ ബാക്കി ജീവനോടുള്ള പേര് എല്ലാവരും സിംഹലയിലോട്ട് കൺവേർട്ടഡ് ആയി പോയി. ബാക്കി ഒരു 200-300 പേരാണ് ഈ 2022 ജീവിക്കുന്നത്. 2021 ഇവർ സെൻസസ് കാര്യങ്ങളൊക്കെ എടുത്ത്. അതിൽ ആകെ 200-300 ഇടയിൽ പേര് മാത്രമേ ഉള്ളൂ. ഇത് ഒറിജിനലാണോ? പിന്നെ അതിങ്ങനെ നിൽക്കുമോ കുറേ കാലം? അറിയില്ല. ഈ സ്റ്റോണിലൊക്കെ കുറേ സംഭവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ അവരോരോരോ ടൂൾസ് ആയിരുന്നു. അവരന്ന് യൂസ് ചെയ്ത ഓരോ സംഭവങ്ങളാണ്. വേട്ടയാടാനും അതിനും ഇതിനും ഓരോ കത്തിയൊന്നും കണ്ടുപിടിക്കുന്നതിന് മുന്നത്തെ കാലത്ത് ജീവിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ് കേട്ടോ ഇവിടെ. ക്യാമറ അലോഡ് ഇല്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ അലോഡ് ഉണ്ട് കേട്ടോ, പെർമിഷൻ എടുത്തിട്ടോ. ഓ, ഇത് നോക്കി, ഇത് വലിയ മൃഗങ്ങളെന്തിൻ്റെ ഇതാണല്ലോ. മരമല്ല, ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നു. മരത്തോണ്ട് ഉണ്ടാക്കി വെച്ചൊന്നല്ല. അതുകൊണ്ടോ ഇതൊക്കെ ഏതോ അത്രയും വലിയ ആനേൻ്റെ ആയിരിക്കുമോ? എലിഫന്റ് ആയിരിക്കും. ആനനെ വരെയാണ് ഒരു വേട്ടയാടി തിന്നുണ്ടാവും. കൊള്ളാലോ. ആനേൻ്റെ തന്നെ. ആന, കാട്ടുപോത്ത്. ഓമ്പോ, ആനന്റെ തല അത്. എന്റെ മോനെ, ഞാനിവിടെ നിന്നിട്ട് നോക്കി. എന്താ ആനന്റെ തല? ഇത് ഇതേപോലത്തെ ഒരു സംഭവം. ആനന്റെ മറ്റേ ചെവി പാർട്ട്. ഇത്ര വലിപ്പുണ്ടാവും. എല്ലാ റിമൈനിങ്സും ഉണ്ട് ഇവിടെ. ഒരുപാട് റിമൈനിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ ഏതോ മൃഗത്തിന്റെ കേട്ടോ. ഇതൊക്കെ ഇവരെ നമ്മൾ നാഗാലാൻഡ് കണ്ടോലല്ലോ, കുറെ ഡിഫറൻസ് ഉണ്ട്. ഇതൊന്ന് മോഡിഫൈ ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു, നശിച്ചു പോകാതിരിക്കാൻ. ഇത് നോക്കിയാൽ ഇവരെ ഭാഷയാണ് ഇത്. അല്ലല്ല, ഇതോരോ ചിഹ്നങ്ങളാണ് അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആമന്റെ തല ഇതാണെന്ന് തോന്നുന്നു. ഇതാക്കണ ഇതും ആമന്നെ. ഒരുപാട് എലിഫന്റ് സ്കള്ള്. എലിഫന്റ് തന്നെ കേട്ടോ. അതവിടെ ഇവിടെ വേറെ സാധനം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ തൊടരുത് എന്നാണ് ഓരോ ഭാഷ. നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓ, എത്രങ്ങാനാണ് നോക്ക്. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ മീറ്റ് ഈറ്റിംഗ് കൾച്ചർ. അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ. ഇത് ഒരു വാരിയല്ലാണ് ആനേന്റെ. എത്ര വലിപ്പുണ്ട്. ഇവരെ മീറ്റ് ഈറ്റിംഗ് കൾച്ചർ ഇല്ലേ,
അതാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് കാണുന്നത്. ഇത്രയും ഒരു ഇത് കാലിന്റെ പാർട്ട് ആയിരിക്കും അല്ലേ? ഇത് ആനന്റെ ഒന്നല്ല, ആനന്റെ തന്നെ. ഏത് കൈതാ കാല് എലുമ്പ് ഭാര്യല്ലേ? ആ വാരിയല്ലേ. അടുത്ത ആനന്റെ സ്കള്ള്. ഇതൊക്കെ മാനിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പോഴും വേട്ടയാടി പിടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാട്ടിനകത്താണ് 100-200 പേരെ ബാക്കിയുള്ളൂ. പിന്നെ ഇവരെ ഒറിജിനൽ ഇവരെ മനുഷ്യന്മാരെ റിമൈനിങ്സ് കാര്യങ്ങളൊക്കെ ആണ്. ഇത് ഓപ്പൺ ആണ്, നമുക്ക് ഓപ്പൺ. എയർ കണ്ടീഷൻ ചെയ്ത് വെച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ സ്കള്ളും കാര്യങ്ങളൊക്കെ ആണ് ഇതിന്റെ. നമ്മളിത് ശരിക്കും ഒറിജിനലായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു നാഗാലാൻഡ്. ഈ ഒരു പിക്ചറിൽ ഇവിടെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവിത സ്റ്റൈലാണ്. ഇവർ 2-3 കുടുംബങ്ങൾ, അതായത് ചെറിയ ചെറിയ കുടുംബങ്ങൾ ഒന്നായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഷെൽട്ടറിൽ നിൽക്കും. ഒരു ഷെൽട്ടർ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു കേവിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ ഗ്യാദർ ചെയ്തിട്ട് അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് അവരതിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ചെയ്തിട്ട് അവരവിടെ ജീവിക്കും. അവർക്ക് വേറൊരാളും വരാൻ സമ്മതിക്കത്തില്ല. അതായത് അവരെ ട്രൈബ്സിൽ തന്നെ പെട്ടവർ പോലും അവിടെ വരൂല. അത്രയും പ്രൈവസി കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്ത് ഇതും പിന്നെ മീനുകൾ, കാട്ടിൽ മീനുകൾ ഇവർ വളർത്തും. കുളങ്ങളിലും പുഴയിലൊക്കെ ഉള്ള അതൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർ ഒരുപാട് കാലത്തോട്ട് സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു കേവിൽ നിന്ന് അവർ കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ കൾട്ടിവേഷൻ, അവരെ എന്താ പറയുക, ക്രോപ്സ് അവിടെ തീർന്നു കഴിഞ്ഞാൽ അവർ അടുത്ത സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവർ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ഉണ്ട്. അതായത് ഹണ്ട് ചെയ്ത് വെച്ച മീറ്റും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. അപ്പോൾ അവരുടെ ജീവിത സ്റ്റൈലുകളാണ് ഇവിടെയുള്ള ഓരോ പിക്ചറിലും കാണിക്കുന്നത്. ഇതൊക്കെ അവരുടെ ചെറിയ ഓരോ കുടുംബങ്ങൾ, ചെറിയ കുട്ടികൾ മാത്രമേ വീട്ടിൽ വെക്കും, ബാക്കിയുള്ള എല്ലാവരും പുറത്തു പോകും. എന്നിട്ട് ഹണ്ടിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഡെയിലി. ഈ കാണുന്നവര് ഡ്രസ് സ്റ്റൈലായിരുന്നു പണ്ട്, ഇങ്ങനെ ഇല മാത്രം, പിന്നെ കുറച്ച് മാറി, പിന്നെ ഇതിങ്ങനെ മാറി, അങ്ങനെ അങ്ങനെ. ഗേൾസിന്റെ വുമൻസിന്റെ ഡ്രസ് സ്റ്റൈൽ ഇങ്ങനെ. ഇതാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള. അപ്പോൾ ഇവരാണ് ശ്രീലങ്കയിൽ ഏറ്റവും ആദ്യം മുതൽ ജീവിച്ചു വന്നതും ഇവരെ ഏറ്റവും ഫ്രീഡത്തിൽ ജീവിച്ചതും ഇവരാണ്. അതായത് ഇവരെ ജീവിത സ്റ്റൈലിലോട്ട് ഒരാളും ഒന്നും, ഒരു ഗവൺമെന്റ് രീതി ഒന്നും ഇതുവരെ ആക്രമിക്കാനും ഇതിനൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇവരെ എക്സ്റ്റെൻഡ് ആയെന്ന് പറഞ്ഞേരം ഇവരെ സിംഹളയിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇവരെ ആ സമൂഹത്തിൽ കുറച്ചു പേരെ മാത്രം വെച്ചു. ഇതേപോലെ ഒരു മ്യൂസിയം. അതാണ് നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരുന്നത്. ഗൈസ്, അവരെ താമസ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കേവിലായിരുന്നു. കേവ് ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലേ, ഒരു പാറേൻ്റെ ഉള്ളിൽ ഇടയ്ക്കൽ. അതിനുശേഷം താമസം ഈ ഒരു സ്റ്റൈലിലോട്ട് മാറി. വീടിൻ്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെയായി മാറി. അതിനുശേഷം ഇങ്ങനെയായി മാറി, ഓരോന്ന് കാണാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ. ഇതാണ് ഏറ്റവും മോഡേൺ ആയിട്ട് അവരെ താമസം മുറി. അതായത് വീടുകൾ മൊത്തം ചുമരും കാര്യങ്ങളൊക്കെ ആയി വാതിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ്. അവിടെ അതൊന്നും കണ്ടിട്ടില്ല. ഇത് അവരെ സ്റ്റോറിങ്, അതായത് കിച്ചണിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇത് കാണിച്ചത്. അവരെ ഇപ്പോഴാണ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ. പിന്നെ ഇത് അവരെ ഫുഡ് സ്റ്റോറിങ്ങും കാര്യങ്ങളും എല്ലാം ഇതാണ്. ഈ ഒരു സ്റ്റൈലിലാണ് അവർ കീപ്പ് ചെയ്തത്. പക്ഷേ ഇതിലും ഡ്രസ്സിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ മോഡൽസിനൊക്കെ നമുക്ക്, അതായത് ടൂറിസ്റ്റേഴ്സിന് കാണാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അവരുടെ ജീവിത രീതി ഇദ്ദേഹം ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇവിടെ ഹണ്ടിങ് രീതി കേട്ടോ. അതായത് ഇത് വലിയ വലിയ മൃഗങ്ങൾ, കാട്ടുപന്നി, അങ്ങനത്തെ മാന്, അതിനൊക്കെ പിടിക്കാനാണ് ഈ ഒരു സ്റ്റൈല് അവർ യൂസ് ചെയ്യുന്നത് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ചെറിയ സ്ക്രൂവൽ അന്തമാരി എടുക്കുന്ന തമിഴ് വരുന്നത് അതുപോലത്തെ മൃഗങ്ങളെ പിടിക്കാനുള്ള ഇതാണിത്. ഇത് മങ്കീസ്. ഏറ്റവും ഇവർക്ക് ഫേവറേറ്റ് ഫുഡ് ഇവരത് മങ്കിയാണ്. അപ്പോൾ മങ്കികളെ പിടിക്കാനുള്ള ട്രാപ്പാണിത്. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതും അതൊക്കെ മൃഗങ്ങളെ തോല് ഇതിന്മേ വെച്ചിട്ടായിരിക്കും ഒരിങ്ങനെ ഉരിച്ചെടുക്കുക. പിന്നെ ഹണ്ടിങ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഇതൊക്കെയാണ്. ഇവരെ വെപ്പൻസ് വടിയാണ്. അതിൻ്റെ ഏറ്റവും അറ്റത്ത് മൂർച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഒരു ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഒരു രാജാവുണ്ടാവും. കാരണം അവരൊരു ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ കീഴിലായിരിക്കില്ല ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കാട്ടുമൂപ്പൻ അപ്പോൾ ആ കാട്ടുമൂപ്പൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ വന്നത്. അവരിവിടെയാണ് ഉണ്ടാവുക. നമ്മുടെ സ്ഥലം അവിടെയായിരുന്നു. അവിടെയാണ് അവർ ആ വില്ലേജ് സെറ്റ് ചെയ്തിരുന്നത്. ആ വില്ലേജിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടാണ് ഈ മൂപ്പൻ്റെ വീട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ ഇതാക്കുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലുണ്ടാവും ഫോട്ടോയിൽ.
ഇവിടുത്തെ ഓരോ സമയത്ത് ഇതിൻ്റെ മൂപ്പനായി തലവരായി നിന്ന ആൾക്കാരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും. ഒരു കൊടാലുണ്ടാവും കേട്ടോ ഇവരുടെ കയ്യിലൊക്കെ. പോലീസുകാരൊക്കെ വന്നേരം പോലെ ആൾ കൂടെ നിന്നിട്ട് കൊടാലിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് ഒരുപാട് എന്താ പറയുക, ഇവരെ ഓരോ ജീവിതത്തിലെടുക്കുന്ന ഓരോ സംഭവങ്ങൾ ഇവർ ആഘോഷിക്കുക. അതായത് ഇവരെ ഒരു വെഡ്ഡിങ് ആണെങ്കിലും അത് ഇതാണെങ്കിലും അവർക്ക് വെറൈറ്റി കൾച്ചർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെറൈറ്റി ആഘോഷങ്ങൾ പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആണോ? ഓ, ഈ ആളാണ് തോന്നിട്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ തലവര. ഇയാളെ ഫോട്ടോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവരവിടെ എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. മരുന്നോ മെഡിസിനോ? അപ്പോൾ ഇവർക്ക് ആയുർവേദ മെഡിസിനിൽ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും. കാരണം കാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് അതായിരിക്കും ഇവരെ മെഡിക്കൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അത് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കാര്യങ്ങളൊന്നും ഇവരധികം യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കില്ല. ഇതെന്തുണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് പോയിട്ട്. എന്തോ തിളപ്പിച്ച് എന്തോ ഒരു സാധനം ഉണ്ടാക്കി കറുത്ത് വേണം. അത് കൈയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെഡി ആക്കാനുള്ള തേച്ച് പിടിപ്പിക്കൂലേ? ആ, കൊയമ്പ്. അങ്ങനത്തെ ഒരു കൊയമ്പാണ്. ഇതാ ഞാൻ കണ്ട് പാരി നോക്കിയല്ലോ. പച്ചമരുന്നില്ലേ ഇവർ ഈ സാധനം ഇവരിപ്പോഴും ഇങ്ങനത്തെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ആട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ മോഡേൺ ഇംഗ്ലീഷ് മെഡിസിൻസ് കാര്യങ്ങളൊന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല. അവരോട് എന്തോ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് എന്നെ വർഷത്തിൽ උදේ මං ගැච්චවන ඉඳින. ඔව් ඔයත් කියන්නේ මේ වෙලාව මන් දෙනකොට එයාත් වැඩ පුජාලකට මං ගැච්චනවා. ඒ උදේ නම් ඔයත් එක්ක යන්න පුළුවන් නේ. என்ன சொல்லிட்டு மார்னிங் ஈயாலோட அந்த ஆளை பார்க்க போகலாம். இன்னொரு இவங்களோட முன்னே இருந்த ஆக்கள் ஈயாலை பார்க்க நோக்க போகலாம். മോർണിംഗ് വന്നാൽ മോർണിംഗ് 6 o'clock அந்த டைமில் வந்தால் அவருக்கு എவ்வளോ ദൂരം നടന്നിട്ട് പോകണം? කිලෝමීටර් කීයකද පයින්නේ? මේ ගම්පු ජාතුවලට යන්න කිලෝමීටර් 4ක් වගේ මං ගත්තා. 4-5 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നിട്ട് പോകണം. അപ്പോൾ അവരുടെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ അത്ര ഉള്ളിലോട്ടായി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആഷിക്കിൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മിറിസയിലോട്ടാണ്. നമ്മളെ കുട്ടപ്പനെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. അപ്പോൾ ബൈക്കിൽ ഇനി ഇവിടെ ഈ ബൈക്കിൽ ഇവിടെ കറങ്ങാൻ ഇനി കുറേ ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ബൈക്ക് മാറ്റി ഇനി ഞങ്ങൾ പുതിയ ട്രാവൽ രീതി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ബൈക്ക് കൊടുക്കണം. അപ്പോൾ ഇവരിവിടെ വന്ന് ആഷിക്കിൻ്റെ ഉപ്പനോടും ആഷിക്കിനോടൊക്കെ ടാറ്റ പറഞ്ഞ് പോവുകയാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ നീ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കണം. എന്താ സംഭവം നമുക്ക് തിരികെ ഉപ്പൊക്കെ മനസ്സിലായിണ്ടോ? കുറച്ചൊക്കെ മലയാളം ഇല്ല, ഇങ്ങനെ നോക്കണ്ടേ. അപ്പോ നാട്ടിലോട്ട് വരാൻ പറ. നീ പറ തമിഴില്, മലയാളത്തിലേ പറയാം. കേരളത്തിൽ വരുമ്പോ എന്തായാലും വിളിക്കണം. ഇവന് നമ്പർ ഉണ്ട്, എന്റെ നമ്പർ, പേഴ്സണൽ നമ്പർ എന്റെ പക്കത്തില് ഇരിക്ക്. കോൾ പண்றேன். ഇത് വരുമൊന്നുമില്ല, ഇതുവരെ വരില്ലേ. കേരളയിൽ നിറയെ ഫ്രണ്ട്സ് ഇരിക്കാനാ. നമ്മളെ കേരള വന്നാ അത് എന്റെ വീട്ടിൽ പക്കത്തിലാ, 10 കിലോമീറ്റർ. കേരളത്തിൽ വന്നാ നല്ല പ്ലേസ് വയനാട്. പ്രൊമോഷൻ സ്വന്തം നാട് പ്രൊമോഷൻ. അപ്പൊ എന്താ വീട് ബൈ. ഈ വീട്ടിലായിരുന്നു കേട്ടോ ആഷിക്കിന്റെ വീട്. അപ്പോൾ ഗൈസ് നമ്മൾ പോവാം. ഇവിടുന്ന് ഇനി കുറേ ഉള്ളിലൂടെ പോയിട്ട് വല്ലവായ വേറൊരു സംഭവം കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ നമ്മൾ ആഷിക്കിൻ്റെ അടുത്ത് നോക്കി ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾ ഇറങ്ങി വല്ലവായരോട്ടാണ് പോകുന്നത്. നല്ല ഹൈവേ റോഡ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളോട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ കുറച്ച് ഷോർട്ട് കട്ട് ഉണ്ട്, അതിലങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രീലങ്കയിലെ ചെറിയൊരു ഉള്ളിലൂടെയുള്ള ഗ്രാമത്തിലൂടെയുള്ള റോഡിന് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട് പോലെ തന്നെ തോന്നുക, കേരളം പോലെ തന്നെ ഉള്ളൊരു സ്ഥലം. വല്ലവായൊക്കെ ഇനി ഏകദേശം ഒരു 33 കിലോമീറ്റർ ആണുള്ളത്. അവിടെ നമ്മളൊരാൾ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ആളെ കാണണം. ആളെങ്ങനെയാണ് അതെന്താ സംഭവം? ആള് അവിടെ എത്തിയിട്ട് ആളെ കുറിച്ച് അവിടുന്ന് പറയാം. ചിലപ്പോൾ അയാൾക്ക് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലും. ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മളെ അറിയുന്നവരാണ്, മലയാളിയാണ്, നമ്മൾ അറിയുന്നവരൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ റോഡ്. ഏതോ കാട്ടിനുള്ളിൽ കാണല്ലോ പോകുന്നത്. ചെറിയൊരു ഉൾഗ്രാമവും കുറച്ച് വീടുകൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇന്നലെ ഒരു കമന്റിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ റോഡും ഇത് തന്നെ കാണിക്കാനുള്ളൂ എന്ന്. അപ്പോൾ ഗൈസ് ഇത് തന്നെ ഉള്ളൂ ഇവിടെ. പിന്നെ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് ഓരോ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലോട്ടാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരിക. പിന്നെ നിങ്ങൾക്കിത് കോമൺ ആയിട്ട് തോന്നും, കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ കോമൺ സ്ഥലം കേരളം പോലെ തന്നെ ഉണ്ടായതുകൊണ്ട് സംടൈംസ് ബോറടിക്കാം. അതെ. പിന്നെ ഞങ്ങൾ ഈ പുട്ടും പിന്നെ നമ്മൾ ഇനി ബൈക്ക് യാത്രകൾ ഇന്നും കൂടി ഈ വീഡിയോയിലും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെ ബോറടി നമുക്ക് അങ്ങനെ മാറ്റാം. ഇനി വെറൈറ്റി സംഭവങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പല്ലാവായ പോകണം. അവിടെ നിന്ന് ഒരുപാട് ലോങ് റൈഡായിട്ട് എന്നാൽ ഏകദേശം 250 കിലോമീറ്റർ സ്കൂട്ടി കൊണ്ട് ഒരു ഡേയിൽ ശ്രീലങ്കയിൽ ഓടണം. എത്ര മണിക്കൂർ എടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നാട്ടിലും ഇവിടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ വല്ലാവ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നമ്മളൊരാൾ കാത്തിക്കുന്നുണ്ട്, നമ്മളെ വീഡിയോസൊക്കെ കാണുന്നത് നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള ഒരാൾ നമ്മളെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ആളെടുത്ത് എത്തി. ഇതാണ് ആള്. പേരെന്ന് പറയോ? എൻ്റെ പേര് ജോഷി എന്നാണ്. സ്ഥലം പേരാമ്പ്ര, കോഴിക്കോടാണ്. അപ്പോൾ ഇവിടെ ശ്രീലങ്ക എത്തി എത്ര ദിവസമായി? ശ്രീലങ്കയിൽ എത്തി ഇന്നേക്കിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത 3-ാമത്തെ ദിവസം ആവാൻ പോകുന്നു. ഓക്കെ ഓക്കെ. നല്ല മിടുക്കനായ ഒരു വ്യക്തിയാണ്. ആള് പൈസ ഒന്നും ഇല്ലാതെ നാട്ടിൽ നിന്ന് ഇറങ്ങിയ. അല്ല പൈസ ഉണ്ട് അക്കൗണ്ടിലാ? അക്കൗണ്ടിലുണ്ട്, പക്ഷെ ATM ഇന്റർനാഷണൽ അല്ല. നമ്മള് നേപ്പാളിൽ പോയപ്പോ അതേ നമ്മള് പഠിച്ച് അത് ഒരു വട്ടം ആർക്കും പറ്റും. ഞങ്ങള് നേപ്പാളിൽ പോയാലും ഞങ്ങള് കാർഡ് ഇങ്ങനെ തന്നെ കുറെ പൈസ എങ്ങനെ പോയി, ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു. ഒരു അറിവ് എല്ലാവർക്കും പറഞ്ഞുതരാം. ഇന്റർനാഷണൽ ATM എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ATM ഒന്നുമില്ല. നമ്മളെ സാധാ ATM നമ്മളെ ഏതാണ് ബാങ്കിന്റെ ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡ് മൊബൈൽ, അവിടെ കയറി കഴിഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇന്റർനാഷണൽ. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ അത് ഇന്റർനാഷണൽ ATM ആയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഓരോ ട്രാൻസാക്ഷനും 400 സംതിങ് 500 ബാങ്ക് വെച്ചിട്ട് പൈസ കട്ട് ചെയ്യുകയും ചെയ്യട്ടോ. അതാണ് ഇന്റർനാഷണൽ ATM എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ആൾക്ക് എന്തായാലും പൈസ കൊടുക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ഈ ബാങ്കിൽ നിന്ന് ഞങ്ങൾ നോക്കി NSB നോക്കിയിട്ട് ഇവിടെ യാസിന്റെ ATM വർക്കായില്ല. ഇന്റർനാഷണൽ ഇതെല്ലാം ബാങ്ക് എല്ലാം തോന്നുന്നില്ല. പുള്ളിക്കാരൻ ഞങ്ങൾ പൈസ കൊടുത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇനിയിപ്പോ എല്ലാം പോകണം. അവിടുന്ന് രാവണ വാട്ടർഫോൾസ് കാണണം. പിന്നെ രാവണ ഫാൾസ് അതിന്റെ ആ റോഡ് തന്നെയാ. പക്ഷെ എനിക്ക് പൈസ അല്ല മുഖ്യം. അങ്ങനെ നിങ്ങൾക്ക് അവിടെ തന്നെ ഞങ്ങൾ നാളെ എല്ലേക്ക് വരുമായിരുന്നു. അതല്ലേ, എനിക്ക് പൈസ ആദ്യം കിട്ടുന്നത് കാര്യങ്ങൾ നടക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് കേട്ടോ. നിന്റെ ഒറ്റ പണി അവിടെ ഫോൺ പേ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല. നടക്കുന്ന ടീമല്ല. നിങ്ങൾ ഇന്ന് ഇവിടെ നാളെ വേറെ സ്ഥലത്തായി. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. പിന്നെ ഗൈസ് നമ്മളെ ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ നമ്മളോട് ആശിക്കന്ന് പറഞ്ഞു വർക്ക് ചെയ്യുന്നു. പക്ഷെ സോറി കേട്ടോ ഗൈസ്, എനിക്ക് ആർക്കും പറ്റരുത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആള് വിട്ടുപോയത്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഗൈസ് ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു യൂട്യൂബ് ചാനലുണ്ട്. മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ പതിയെ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേര് തരാൻ പറഞ്ഞില്ല. ചാനലിന്റെ പേര് ജേണി ഓഫ് ജോഷി വെള്ളിയൂർ എന്നാണ്. ജേണി ഓഫ് ജോഷി വെള്ളിയൂർ. ഇവിടെ എൻ്റെ ജോലി ചെയ്യുക, അതിന്റെ യാത്ര ചെയ്യുക, ഇതാണ് എൻ്റെ പരിപാടി. അത് നല്ലൊരു കൺസെപ്റ്റ്, നമുക്ക് ഇഷ്ടമായി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞങ്ങളിനി ഇവിടുന്ന് അമ്പൻതോട്ട, അവിടുന്ന് മാട്ര, അവിടുന്ന് മിറിസ ഒരു ലോഡ് ഓടാനുണ്ട് കേട്ടോ ഗൈസ്. ഈ ചെറിയ നമ്മളെ കുട്ടിവണ്ടി നമ്മളെ ഡിയോമോൻ ഒന്ന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോകല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ വണ്ടി കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ബൈക്കർ എൻ്റെ അടുത്ത് നമ്മളെ കടയല്ല വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളെ കുട്ടപ്പനെ നമ്മൾ വൃത്തിയായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 10 ദിവസത്തേക്കായിരുന്നു നമ്മൾ പറഞ്ഞത്, പക്ഷെ നമ്മൾ ഒരു 6 ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇനി ലോങ് ഡിസ്റ്റൻസ് ആണ് പോകേണ്ടത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എന്താക്കണം, ഈ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരണം. പിന്നെ നമുക്ക് വേറെ വെറൈറ്റി ട്രാവൽ എക്സ്പീരിയൻസ് ആവാലോ. ഇവിടുത്തെ ശ്രീലങ്കൻ്റെ ലോക്കൽ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ നമുക്ക്.
അപ്പോൾ വണ്ടി നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഫുൾ ടാങ്ക് എണ്ണ ഇതിപ്പോൾ ഓഫാക്കിയാലും താന്ന് വരുന്ന കേട്ടോ. ഫുൾ ടാങ്ക് എണ്ണ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി? അതായത് നമ്മൾ ടോട്ടലി 925 കിലോമീറ്ററാണ് 6 ദിവസം കൊണ്ട് ഈ വണ്ടി ഓടിയത്. ഏകദേശം നമ്മൾ 3500 രൂപയ്ക്ക്, ഇന്ത്യൻ പൈസ അല്ല ശ്രീലങ്ക പൈസ 3500 രൂപയ്ക്ക് എണ്ണ അടിച്ചു. അപ്പം 1165. അപ്പം പിന്നെ ഇതിന് വാടക ആയത് 6 ദിവസത്തേക്ക് 8000. അപ്പം ഇന്ത്യൻ പൈസ ആയിട്ട് ഒരു കൂട്ടുവാണെങ്കിൽ ഒരു 2000 സംതിങ് 2700 ആ റേഞ്ച് വരും. ഈ വണ്ടിക്ക് കിട്ടിയ മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 47 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡിയോ മുത്താണ്, നമ്മൾ വിചാരിച്ച പോലല്ല. 47 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയൊക്കെ ആദ്യമായിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നത്. ഫുൾ ടാങ്ക് അടിച്ച്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് മുത്താണ് ഒരു ഏകദേശം. കാരണം നമ്മൾ ഇത്ര മൈലേജിൽ ആദ്യമായിട്ടേക്ക് ഒരു വണ്ടിയായിട്ട് റൈഡ് പോകുന്നത്. നമ്മൾ ഡൂക്കായിരുന്നില്ല കൂടുതലും. അല്ല, ഈ ഏകദേശം ഒരു 30-32 കിലോമീറ്റർ മൈലേജ് ഒക്കെ തരുന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ. ഹായ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ബാക്കി പൈസ കൊടുത്ത് പാസ്പോർട്ട് വാങ്ങി പോകണം. ഒരു വണ്ടി ചെക്ക് ചെയ്തോട്ടെ. വി ആർ ഡ്രോപ്പിംഗ് അവർ ബൈക്സ് ഹിയർ ടുഡേ. ഐ ഓൾറെഡി ടോക്ക് ടു യുവർ സൺ. വെർ ഈസ് ഹി? വെർ ഈസ് യുവർ സൺ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം കുട്ടപ്പനായിട്ട് ഒരു പരിക്കില്ലാതെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പൈസ സംസാരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റെൻറ്റിനെടുത്തതിൻ്റെ കണക്ക്. ഇനി റെൻ്റ് എടുക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ ഇനി നാളേക്ക് പോണ എല്ലാ കണ്ടി ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്. വെറൈറ്റി ആയിട്ട് നാളെ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പോകണം. ആദ്യമായിട്ട് ശ്രീലങ്കയിൽ വന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ് അത്രയും കണ്ടിട്ടുണ്ട്. നമ്മളുടെ 9911 ഗുഡ് ബൈ പറയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങൾ നിൽക്കുന്ന ആ റൂമിലോട്ട് എത്തി. അപ്പം ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന റൂം. ഗസ്റ്റ് ഹൗസാണ്, സൺബേർഡ് ഗസ്റ്റ് ഹൗസ്. അപ്പം കോമൺ ബാത്റൂമും പിന്നെ 3 മുറികളുള്ള ഒരു അടിപൊളി റൂമാണ്. കാണിച്ചു തരാം. നമ്മളെ റൂം ഇവിടെയാണ് വരുന്നത്. അത് തന്നെ ബാത്റൂം കാണിച്ചാൽ ഒരു വലിയ റൂമിനെങ്ങാട്ടി വലിയൊരു ബാത്റൂം ഉണ്ട് അവിടെ. ഏറ്റവും സെറ്റപ്പ്. പിന്നെ റൂം കുറച്ച് ചിന്നതാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കിത് മതി. പിന്നെ ചൂട് ഒടുക്കത് ചൂടാണ്. നാട്ടിലുള്ളതിനെക്കാട്ടി നല്ല ചൂടാണ് അവിടെ. നാട്ടിൽ മാർച്ച് ഏപ്രിൽ മാസത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ ആവില്ല. കറണ്ട് ഇപ്പം പോകും. കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാനേ ആവില്ല. പ്രത്യേകിച്ച് ഈ റൂം ചെറിയ റൂം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ബൈക്കൊക്കെ കൊടുത്ത് നാളെ മുതൽ ബൈക്കില്ലാതെ ഞങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്നു ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ ചെയ്ത് നോക്കുകയാണ്. ആൾക്കാരിലോട്ട് ഇറങ്ങി അങ്ങോട്ട് വണ്ടി കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നട്ടോ. യെസ്, അതിൻ്റെ ഉള്ള ഒരു വേർപ്പ് മുഖത്ത് കാണാനുണ്ട്. നടന്നിട്ടുള്ള ശീലമല്ലല്ലോ. അപ്പം ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ മറ്റേ ആദിവാസി ഊരി പോയപ്പോൾ നമുക്ക് കിട്ടിയില്ല. പക്ഷേ അതൊരു എന്താ പറയുക മ്യൂസിയം പോലെ ആക്കിയോണ്ട് നമുക്കൊരു ഇത് കിട്ടിയില്ല. പിന്നെ അതിൽ ഷൂട്ട് ചെയ്ത ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ മിസ്സിങ് ആണ്. അങ്ങനെയൊക്കെ പറ്റി. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.